ബിഗ് ബോസ് റിയൽ മലയാളത്തിൽ ഇപ്പോൾ ബിഗ് ബോസിനെ പറ്റിയുള്ള ചർച്ചകളാണ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എന്തിനു പറയുന്നു, ഇടയ്ക്ക് വാർത്തകളിൽ പോലും നമ്മൾ കാണുന്നത് ബിഗ് ബോസിനെ പറ്റിയുള്ള ചർച്ചകൾ, ബിഗ് ബോസിന്റെ സീൻ കട്ട് ചെയ്തിടുന്നത്, ബിഗ് ബോസിന്റെ അനലൈസിസ്, അങ്ങനെ ബിഗ് ബോസിനെ പറ്റി ഉള്ള പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ യൂട്യൂബ് തുറന്നു നോക്കുമ്പോൾ അപ്പോൾ തന്നെ ആദ്യം തന്നെ ഇതായിരിക്കും നമ്മൾ വന്ന് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് റിയൽ ആണോ അതോ ഫേക്ക് ആണോ എന്നുള്ള സംശയം കുറേ പേർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ കുറേ പേര് ഇത് അപ്പാടെ വിശ്വസിക്കുന്നുണ്ടാവും. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്, ഇന്നത്തെ വീഡിയോ 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. 1, ബിഗ് ബോസ് എങ്ങനെയാണ് ഉണ്ടായത്. 2, ബിഗ് ബോസ് നമ്മൾ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. 3, ബിഗ് ബോസിലൂടെ നമ്മുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് ഡബിൾ സ്റ്റാൻഡായി മാറുന്നത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ബിഗ് ബോസ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ മലയാളത്തിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ തമിഴിലോ മാത്രമല്ല ബിഗ് ബോസ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ലോകം മുഴുവനുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ടെലികാസ്റ്റ് ചെയ്ത ഒരു പ്രോഗ്രാമാണ്, ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. 1949 1984 എന്ന് പറഞ്ഞൊരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബുക്കിൽ ഒരു ഡിക്റ്റേറ്റർ എങ്ങനെയാണ് അയാളുടെ സമൂഹത്തിനെ നോക്കുന്നത്, എപ്പോഴും വാച്ച് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു ഈ ഒരു ബുക്കിന്റെ തീം. അങ്ങനെയാണ് നെതർലാൻഡ്സിലുള്ള കുറച്ച് ആൾക്കാർ കൂടി ഈ ഒരു കോൺസെപ്റ്റ് ഒരു TV ഷോ ആക്കി, അതായത് ഒരു സർവൈവൽ ഷോ ആക്കി മാറ്റിയത്. ഇതിന് ബിഗ് ബ്രദർ എന്നാണ് പേര് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ബിഗ് ബ്രദർ ഒരുപാട് രാജ്യങ്ങളിൽ, അതായത് ചൈന, ഫിലിപ്പീൻസ്, തായ്ലൻഡ്, UK, US അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ ഇന്ത്യയിലും ബിഗ് ബോസ് എന്ന പേരിൽ പല ഭാഷകളിലും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. സോ മലയാളത്തിൽ നിങ്ങൾക്കറിയാം, ബിഗ് ബോസിനോട് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം മലയാളി ഹൗസ് എന്ന പേരിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്ന ബിഗ് ബോസ് എന്ന പേരിലേക്ക് ഈ ഒരു പ്രോഗ്രാം മാറി വന്നത്. ബിഗ് ബോസിന്റെ ടാർഗറ്റ് നമ്മളൊന്ന് നോക്കി അറിയാം. നമ്മുടെ വീടുകളിൽ തന്നെ ഒരു ഇന്ന ടൈം തൊട്ട് ഒരു ഇന്ന ടൈം വരെ എപ്പോഴും TV ചിലപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയൽസ് ആവാം, അല്ലെങ്കിൽ വാർത്തകളാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ സിനിമകളാവാം. ഈ സീരിയലുകളുടെ കോൺസെപ്റ്റ് നമുക്ക് ആദ്യം നോക്കാം. സീരിയലുകളുടെ ജനറൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്താണ്? ആദ്യം കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടാവും, അവരുടെയൊക്കെ നല്ല സ്വഭാവമായിരിക്കും. പിന്നെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടാവും, അവരുടെയൊക്കെ വില്ലൻ സ്വഭാവമായിരിക്കും. ഈ നല്ല സ്വഭാവം ചിലപ്പോൾ പലർക്കും നല്ല സ്വഭാവമായിട്ട് തോന്നണമെന്നില്ല, വില്ലൻ സ്വഭാവം ചിലപ്പോൾ പലർക്കും വില്ലൻ സ്വഭാവമായിട്ട് തോന്നണമെന്നില്ല. അത് ജനറേഷൻ അനുസരിച്ചോ നമ്മുടെ ഒപ്പീനിയൻസ് അനുസരിച്ചോ മാറി വരാം. സോ ഇങ്ങനെ നല്ല കുറച്ച് ആളുകളുണ്ടാവും, ഇങ്ങനെ മോശം കുറച്ച് ആളുകളുണ്ടാവും. ഈ മോശം കുറച്ച് ആളുകൾ എന്ന് പറയുന്ന ആൾക്കാരെ എപ്പോഴും നല്ല ആൾക്കാരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും, അവരെ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കും, അവരെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. അവർ ചിലപ്പോൾ ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്യും, അവർ എന്തായാലും ഇമോഷണലായിട്ട് അറ്റാക്ക് ചെയ്യും. അങ്ങനെയാണ് ഈ സീരിയൽ പോകുന്നത്. സോ അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഒരു ക്യാരക്ടറിനോട് ഒരു സോഫ്റ്റ് കോർണർ വരും, കുറച്ച് ക്യാരക്ടേഴ്സിനോട് നമുക്ക് ദേഷ്യം തോന്നും. സോ നമ്മുടെ ഈ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഈ ഒരു വീക്ക്നെസ് മാനിപ്പുലേറ്റ് ചെയ്യാണ് പലപ്പോഴും സീരിയൽസ് ചെയ്യുന്നത്. സോ സിനിമകളും സീരിയലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സിനിമയിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം 2.5 മണിക്കൂർ കൊണ്ട് തീർന്ന് നമ്മളവിടെ പരിപാടി തീർത്ത് എണീറ്റ് പോവുകയാണ്. പക്ഷെ സീരിയൽസിൽ ഇത് ഇന്ന് കഴിഞ്ഞ് നാളെ കഴിഞ്ഞ് മറ്റൊന്ന് കഴിഞ്ഞ് അങ്ങനെ ഇത് എപ്പിസോഡ്സ് ആയിട്ട് നമുക്ക് തന്നെ എന്താ പറയുക, ഇതിനെ ഒരു നമ്മളറിയാതെ ഇതിൻ്റെ ഒരു അഡിക്റ്റ് ആക്കി മാറ്റാണ്. സോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചറിയാം, ഈ ഒരു സീരിയൽസ് ഇറങ്ങുന്ന അതേ സമയം തന്നെയാണ് ഈ ഒരു സീരിയൽ ടെലികാസ്റ്റ് ചെയ്യുന്ന, ഇങ്ങനെ സീരിയൽസ് ടെലികാസ്റ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് ബിഗ് ബോസും ഏകദേശം ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ആരാന്നുള്ളത് തന്നെ നമുക്ക് അപ്പോൾ ഒരു ഐഡിയ വരും. പക്ഷേ ഇപ്പോൾ ടെക്നോളജിയും ഓൺലൈൻ മീഡിയാസും ഒക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്തതുകൊണ്ട് നമ്മളറിയാതെ ബിഗ് ബോസ് കാണാത്ത ആൾക്കാരും ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് മാറാണെന്നുള്ളതാണ് വേറൊരു കാര്യം. ഇപ്പോൾ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ 2 പേര് അടി ഉണ്ടാക്കുന്നത് കാണാണ്. സ്വാഭാവികമായിട്ട് അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ നമുക്ക് ചെറിയൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. മറ്റുള്ളവരെ ബുള്ളി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹരാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരോട് വളരെ മോശമായിട്ട് പെരുമാറുന്നത്, ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ കാണുന്നത് നമുക്കൊരു തരം നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ മോസ്റ്റ്ലി ഞാൻ ഉൾപ്പെടെയുള്ള മോസ്റ്റ്ലി എല്ലാ ഹ്യൂമൻസിന്റെ ഉള്ളിലുള്ള ഒരു സാഡിസ്റ്റിന്റെ പ്ലഷർ ആയിരിക്കും. അതായത് നമ്മുടെ ഉള്ളിലുള്ള മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ ഉൾപ്പുളകം കൊള്ളുന്ന കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ. ഇങ്ങനെയുള്ള ആളുകളെയാണ് ബിഗ് ബോസ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ചിലപ്പോൾ ഇത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളോട് ആരും ബിഹേവ് ചെയ്യരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവർ ബിഹേവ് ചെയ്താണ് നമ്മൾ ബിഗ് ബോസിൽ കാണുന്നത്. നമ്മളെപ്പോൾ ആരും തല്ലരുത്, അല്ലെങ്കിൽ നമ്മളെ പറ്റി മോശം ആരും പറയരുത്, അല്ലെങ്കിൽ നമ്മളെ പറ്റി ആരും നമ്മളെ ഒരു സ്ഥലത്ത് നമ്മളോട് ചിരിച്ച് നമ്മളൊരു സ്ഥലത്ത് നമ്മളോട് വന്ന് ചിരിച്ച് അടുത്ത സ്ഥലത്ത് പോയി നമ്മളെ പറ്റി കുറ്റം പറയരുത്, ഇങ്ങനെയൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഇതേ കാര്യങ്ങൾ തന്നെ മറ്റുള്ളവർ ചെയ്യുന്നതാണ് നമ്മൾ ബിഗ് ബോസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ കാര്യങ്ങൾ കണ്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കമന്റ് ഇട്ട് ഇതിൽ ഒരു ഒപ്പീനിയൻ നമ്മൾ ഡെവലപ്പ് ചെയ്ത്, ഇതിൽ ഒരു പാർട്ടീനെ നമ്മൾ സ്നേഹിച്ച് ഒരു പാർട്ടീനെ നമ്മൾ ദേഷ്യപ്പെട്ട് അവരെ തെറി വിളിച്ച് അവർ തെറി വിളിച്ച് കമന്റ് ചെയ്ത് അങ്ങനെയാണ് ഈ ഷോ പ്രോഗ്രസ് ചെയ്തു പോകുന്നത്. സോ നമ്മുടെ ഉള്ളിലുള്ള സാഡിസ്റ്റിനെ ഉണർത്തി നമ്മുടെ ഉള്ളിലുള്ള ഇമോഷണൽ ഇൻസെക്യൂരിറ്റീനെ മാനിപ്പുലേറ്റ് ചെയ്യാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ബേസിക്കലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ബിഗ് ബോസിന്റെ ഇന്നത്തെ ദിവസം തീരുമ്പോൾ നാളത്തെ പ്രൊമോയിൽ മോസ്റ്റ്ലി അടിയും വഴക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്നേഹം, ഒരു 2 കപ്പിൾസ് തമ്മിലുള്ള സ്നേഹമോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യമായിരിക്കും മോസ്റ്റ്ലി ഇവർ കാണിക്കുന്നത്. ഇത് തന്നെ നമ്മുടെ ഉള്ളിൽ നാളെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് കാണാമെന്നുള്ളൊരു ചിന്തയാണ് ഉണ്ടാക്കുന്നത്. അതായത് ഈ കാണുന്ന
കാര്യം ഒന്നെങ്കിൽ അബ്യൂസ്, ഫിസിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ അബ്യൂസോ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ മോറാലിറ്റിനെ, അതായത് സദാചാര മനോഭാവത്തിനെ ഉണർത്തിക്കൊണ്ടുവരുന്ന പല കാര്യങ്ങളോ ആവാം. സോ തന്നെ നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും, ഒരാള് ഫേക്ക് ആയിട്ടാണോ അതോ റിയൽ ആയിട്ടാണോ, എങ്ങനെ വേണമെങ്കിലും ആ ഷോയിൽ കരയാം, അത് അവരുടെ എക്സിസ്റ്റൻസ്, നമുക്കത് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരാൾ നമ്മൾ കരയുന്ന വീഡിയോ കട്ട് ചെയ്തിടുമ്പോൾ അതിന് താഴെയുള്ള കമന്റ്സ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ സാഡിസം അല്ല, നമ്മൾ വളരെ നല്ലൊരു മനുഷ്യനാണെന്ന് പറഞ്ഞാലും ഈ കമന്റ് ഇടുന്ന ആൾ ചിലപ്പോൾ ഞാനൊരു നല്ല ആളാണെന്നുള്ള രീതിയിലായിരിക്കും ആ കമന്റ് ഇടുന്നത്. പക്ഷെ ഈ കമന്റ് എങ്ങനെയാന്ന് വെച്ചാൽ, നിനക്ക് അങ്ങനെ തന്നെ വേണം, നീ അത്രയും ചെയ്തല്ലേ, അല്ലെങ്കിൽ അവൻ അങ്ങനെ തന്നെ വേണം, അവൻ അത്രയും ചെയ്തല്ല, അല്ലെങ്കിൽ കർമ്മ ബൂമറാങ് എന്നൊക്കെയാണ് കമന്റ്സ് കാണുന്നത്. പക്ഷെ ബേസിക്കലി ഒരാൾ കരയുന്നത് നമ്മൾ നേരിട്ട് കണ്ട് നിൽക്കുമ്പോൾ ഒരാൾ കരയുന്നത് ചിലപ്പോൾ കണ്ടു നിൽക്കാൻ പോലും നമുക്ക് പറ്റിയെന്ന് വരില്ല. ഇതേ സാധനം തന്നെ സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വരരുത് എന്ന് വിചാരിക്കുന്ന സിറ്റുവേഷൻസ് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ അതിന്റെ താഴെ പോയിടുന്ന കമന്റ്സ് ആണ് സത്യം പറഞ്ഞാൽ സാഡിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ ബിഹേവിയർ. അവരുടെ മിസ്റ്റേക്ക് ആണെന്നല്ല, ഇത് എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു ക്യാരക്ടറാണ്, ഈവൻ എൻ്റെ ഉള്ളിലുള്ള ഒരു ക്യാരക്ടറാണ്. സോ ഈ ഒരു സാധനത്തിന് നല്ലതായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ ബിഗ് ബോസ് ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് മാത്രം കൂടുതൽ ക്യാമറ അറ്റൻഷനും ഫോക്കസും ആളുകളുടെ ഒപ്പീനിയൻ ജനറേറ്റ് ചെയ്യാനുള്ള വീഡിയോ ക്ലിപ്സും ബിഗ് ബോസ് പുറത്തേക്ക് വിടുന്നുണ്ട് എന്നുള്ളതും വേറൊരു കാര്യമാണ്. ഇത് അവരുടെ മാർക്കറ്റിംഗ് മോഡാണ്, അവരുടെ TRP കൂട്ടാനുള്ള അവരുടെ രീതിയാണ്. പക്ഷെ നമ്മൾ ഇതിലൂടെ നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു നല്ലൊരു ക്വാളിറ്റീനെ നമ്മൾ തന്നെ മാറ്റിയെടുക്കുക എന്നുള്ളത് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. മറ്റുള്ളൊരു ഹ്യൂമൻ ബീയിങ്ങിന് ഉണ്ടാവുന്ന, അത് ഞാൻ പറഞ്ഞ പോലെ ഫേക്കോ അല്ലെങ്കിൽ റിയലോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, മറ്റുള്ളവരാൾക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അയാളുടെ ഒരു ബലഹീനത, അല്ലെങ്കിൽ അയാൾക്ക് അവിടെയുള്ള ഒരു സർവൈവൽ സ്ട്രാറ്റജി, അല്ലെങ്കിൽ അയാൾക്ക് അവിടെ തോന്നുന്ന ഒരു ഇഷ്ടം, അത് എങ്ങനെ വേണേലും ആവട്ടെ, അതിനെ കീറി മുറിച്ച് അതിനെ വളരെ മോശമാക്കി വേറൊരാളുടെ അടുത്ത് വന്ന് അതിനെ വളരെ മോശമാക്കി പ്രസന്റ് ചെയ്യുന്ന പല യൂട്യൂബ് ചാനൽസും പല യൂട്യൂബേഴ്സും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് അവർ ചെയ്യുന്ന അവരുടെ വീഡിയോ ഹൈപ്പ് കൂട്ടാനാണ്, അല്ലെങ്കിൽ അവരുടെ ചാനലിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കൂടുതൽ ലൈക്കോ കിട്ടാനോ, അല്ലെങ്കിൽ കൂടുതൽ മോണിറ്റൈസേഷനോ, അല്ലെങ്കിൽ കൂടുതൽ പൈസയോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത് കാണുന്ന നമ്മളുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസ് വ്യൂവേഴ്സിൽ നമ്മൾ പേടിക്കേണ്ട കാര്യം. അതായത് വേറൊരാൾ വിഷമിക്കുന്ന കാര്യം മറ്റൊരാൾ പരിഹസിച്ച് പറഞ്ഞ് ചിരിക്കുന്നത് കണ്ട് അത് ശരിയാണെന്ന് പറഞ്ഞ് കമന്റ് ഇടുന്ന നമ്മളുടെ ഒരു മനോഭാവമാണ് സത്യം പറഞ്ഞാൽ ഇവിടെ പേടിപ്പിക്കുന്ന കാര്യം. ഇത് തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ കറക്റ്റായിട്ട് നമ്മളെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കാരണം ഇതെല്ലാം കണ്ട് ഇതിനെല്ലാം പരിഹസിക്കുന്നവരുടെ അടുത്ത് പോയി അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി നമ്മുടെ കയ്യിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഏറ്റവും മോശമായിട്ടുള്ള ക്വാളിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമോഷണൽ വീക്ക്നെസ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൊള്ളാത്തൊരു ക്വാളിറ്റിയാണ് ബേസിക്കലി അതിൽ നിന്ന് പുറത്തു വരുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ഇൻസ്റ്റൻസിലാണ് ഈ ബിഗ് ബോസ് റിയൽ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്. കുറച്ച് നാളുകൾക്ക് മുന്നേ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് വളരെ ആളുകൾക്ക് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ട, അതേസമയം തന്നെ ഒരുപാട് ആളുകൾ ട്രോളി ഒരു കണ്ടസ്റ്റന്റ് പുറത്ത് വന്ന ബിഗ് ബോസിനെ കുറിച്ച് കുറച്ച് പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇത് ഭയങ്കരമായിട്ട് കോൺട്രവേഴ്സി ആവുകയും ഓൾറെഡി ട്രോളിൽ കിടന്ന് മനസ്സ് എന്തായാലും ട്രോള് ഒരാൾക്ക് കിട്ടുമ്പോൾ ഞാൻ എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും ഒരു കൂട്ടം പേര് നമ്മളെ കളിയാക്കുന്ന കാണുമ്പോൾ നമുക്ക് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും അയാളുടെ ഇമോഷണലി അത്ര വിഷമിച്ചിരുന്ന ഒരാളെ പിന്നെയും ഇമോഷണലി ഒരുപാട് പേര് ഇതിലൂടെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ ഒരുപാട് കട്ട്സ് ഉണ്ടെന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, ബിഗ് ബോസ് എന്തിനാണ് ശരിക്കും വ്യൂവർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്, TRPക്ക് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ഒരു ബിസിനസ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതായിരിക്കും ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഈ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് വഴക്കും അടിയും, ഒരാളെ പറ്റി കുറ്റം പറയുന്നതും ഒരാളെ ബാക്ക് പിച്ച് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് ശരിക്കും അവിടെ ടെലികാസ്റ്റ് ചെയ്ത് നമ്മൾ കാണുന്നത്. ഇത് തന്നെയാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. പക്ഷെ നമുക്ക് അദ്ദേഹത്തിനോടുള്ള ഒരു മനോഭാവം കൊണ്ടും അദ്ദേഹത്തിനോട് നമ്മൾ കാണുന്ന ഒരു ട്രോൾസ് കൊണ്ടും അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര മണ്ടത്തരമായിട്ട് ചിത്രീകരിച്ചു. പക്ഷെ ഒന്ന് ആലോചിച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് സംസാരിക്കുകയാണ്. ഇവരുടെ ഓഡിയോയും ഇവരുടെ ക്യാമറ ഫോക്കസും ആ സമയത്ത് കൂട്ടി കൊടുക്കുകയാണ്. ബാക്കിൽ കുറെ പേര് സംസാരിക്കുന്നുണ്ടാവും, പക്ഷെ ഇതൊന്നും നമ്മൾ കേൾക്കുന്നുണ്ടാവില്ല. ഈ രണ്ടുപേര് സംസാരിക്കുന്നത് ഒന്നെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ, അതായത് കുറച്ച് സദാചാരമൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടുപേര് തമ്മിലുള്ള വഴക്കായിരിക്കും. ഇതേ സമയം ബിഗ് ബോസിൽ നടക്കുന്ന വേറെ കാര്യങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. സോ ക്യാമറ
ഫോക്കസ് ചെയ്ത് ഈ ഓഡിയോ കൂട്ടി കാണുന്ന നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മൾ അവിടെ ഒരു കാര്യത്തിന്റെ ഒപ്പീനിയനേറ്റഡ് അവരാക്കുവാണ്, നമ്മൾ അറിയാതെ ഒരു കാര്യത്തിന്റെ ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യാണ്, കാരണം ബാക്കിയൊന്നും നമ്മളവിടെ കാണുന്നില്ല. സോ ഇത് തന്നെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. പക്ഷെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, ഒന്നാമത്തെ കാര്യം. കാരണം നമുക്ക് അദ്ദേഹത്തിനോട് അന്നൊരു കളിയാക്കലുണ്ടായിരുന്നു. ഉള്ളവർ എവിടെയാണ് ആ സമയത്തൊന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവരെ മാത്രം ക്യാമറ ഫോക്കസ് ചെയ്യുന്നതെന്ന് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഇവരെ ഫോക്കസ് ചെയ്യുന്ന നമ്മൾ ഇവരെ കണ്ടാൽ നമുക്ക് എന്തെങ്കിലും അവിടെ ഒരു സാധനം ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്യാമറ ഫോക്കസ് നമുക്ക് അവിടെ തരുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഓഡിയോ മാത്രം കൂട്ടി കൊടുക്കുന്നത്. സോ അപ്പം നമ്മളറിയാം നമ്മുടെ അടുത്തുനിന്ന് ഒരു ഒപ്പീനിയൻ ജനറേറ്റ് ആവുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അവർ ചെയ്യുന്നത് ശരിയാണേലും തെറ്റാണേലും അവരെ ഒന്നെങ്കിൽ നമ്മൾ അവിടെ ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ അവരവിടെ നമ്മൾ ബുള്ളി ചെയ്യും. സോ ഇങ്ങനെ നമ്മൾ അറിയാതെ നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആവുകയാണ് ഈ ഷോയിനോട്. അങ്ങനെയാണ് നമ്മുടെ മനസ്സിലുള്ള ഡബിൾ സ്പാൻസിന്റെ രീതി. അതായത് ചില സമയത്ത് ബിഗ് ബോസിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു കമ്മ്യൂണിറ്റീനെ ഫോക്കസ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തോ ഒക്കെയുള്ള സംസാരങ്ങളായിട്ട് മാറാം. അല്ലെങ്കിൽ കമന്റ്സിൽ ഒരു കമ്മ്യൂണിറ്റി മാത്രമോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് മാത്രമോ അതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയുടെ ഉള്ളിൽ ഒരു ഹേറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം, ഈ ഒപ്പീനിയൻ ജനറേഷനെ പറ്റി പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല സീസൺസിലും, ഇപ്പം മലയാളത്തിൽ തന്നെ പല സീസൺസിലും പല കപ്പിൾസും ഉണ്ടായിട്ടുണ്ട്, പല കോംബോസും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ഒരു സീസണിൽ ഞാൻ കണ്ട ഒരു കോംബോ ഉണ്ട്. അപ്പോൾ ആ കോംബോനെ പറ്റി ഒരുപാട് യൂട്യൂബേഴ്സ് കളിയാക്കി അതിൻ്റെ താഴെ അവരെ പരിഹസിച്ചും ഒക്കെ നമ്മൾ കണ്ടു. അവർ ചെയ്യുന്നത് ശരിയോ തെറ്റോ ഫേക്ക് അല്ലാതിരിക്കും, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ അവിടെ ഒരു ഒപ്പീനിയൻ ജനറേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിന്റെ വേറൊരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സീസണുകൾക്ക് മുൻപ് ഒരു കോംബോ ഉണ്ടായിരുന്നു. ആ കോംബോ മലയാളികളെല്ലാം ആഘോഷിച്ച ഒരു കോംബോ ആയിരുന്നു. അപ്പം അതിലെ ഒരു കണ്ടസ്റ്റന്റിന്, ആ കോംബോയിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റിന് പുറത്തൊരു അഫെയർ ഉണ്ടായിരുന്നതായിട്ടും അത് കുറച്ച് സ്ട്രോങ് ആയിട്ട് ഉള്ളതായിട്ടും ഒക്കെ ഒരുപാട് പറഞ്ഞു കേട്ടിരുന്നു. അദ്ദേഹം തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കോംബോ അവിടെ ക്രിയേറ്റ് ചെയ്തപ്പം ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു, അതെല്ലാവരും ആഘോഷിച്ച ഒരു കോംബോ ആയിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ സീസണിലെ മാത്രമല്ല, മറ്റ് പല സീസണുകളിലും ചില കോമ്പോസ് വരുമ്പം ആളുകൾ അതിനെതിരെ ഹെയ്റ്റ് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു നെഗറ്റീവ് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ കുറെ കാര്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഈ പറയുന്ന നമ്മുടെ ഒപ്പീനിയൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ക്യാമറ ഫോക്കസുകളും ഓഡിയോ ഫോക്കസുകളും കൊണ്ടാണ് നമ്മളിങ്ങനെ ചിലവരെ പറ്റി നെഗറ്റീവും ചിലവരെ പറ്റി പോസിറ്റീവും ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. സോ ഇത് ബേസിക്കലി നമ്മുടെ ഉള്ളിലുള്ള സാഡിസത്തിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണർത്തും. നമ്മുടെ ഉള്ളിലുള്ള സദാചാര ബോധത്തിന് നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് എത്തി നോക്കി അത് അന്വേഷിച്ച് പോകാനുള്ള ഒരു സാധനത്തിനെ ട്രിഗർ ചെയ്യാൻ കൂടി ചെയ്യുന്നുണ്ട്. അപ്പം ഇതത്ര ഒരു നല്ല ക്വാളിറ്റി, നമ്മുടെ ഒരു നല്ല ക്വാളിറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ബിഗ് ബോസ് നിങ്ങളുടെയൊക്കെ മൈൻഡിനെ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? നിങ്ങളുടേന്നല്ല, ഞാൻ ഉൾപ്പെടെയുള്ള വ്യൂവേഴ്സിന്റെ മൈൻഡിനെ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരാളോട് നമ്മൾ എക്സ്ട്രീം ഹെയ്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാളെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നത്, നമ്മുടെ എന്തൊക്കെ വികാരങ്ങളും വിചാരങ്ങളെയാണ് ഇത് ചൂഷണം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ കാണുന്ന ക്യാമറ ആംഗിളിനെ പറ്റിയും നിങ്ങൾ കേൾക്കുന്ന ഓഡിയോകളെ പറ്റിയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എഡിറ്റഡ് ആണോ കട്ട് ചെയ്തതാണോ എന്നൊക്കെ. സോ അത് നിങ്ങൾ തന്നെ ആലോചിക്കുക. നമ്മൾ ഒരാളെ പറ്റി അല്ലെങ്കിൽ കുറേ ആളുകളെ പറ്റി മോശം കമൻസ് ഇടുമ്പോഴോ അല്ലെങ്കിൽ നല്ല കമൻസ് ഇടുമ്പോഴോ ഒക്കെ നമ്മുടെ ഇമോഷൻ എങ്ങനെയാണ് അവർ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ കാണിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഹെലൻ റിയാക്ട്. താങ്ക് യു.